بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أشهد أن لا إله إلا الله وحده لا شريك له الحق المبين، وأشهد أن محمدا عبده ورسوله الصادق الأمين. بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده. تركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا حالك. صلوات ربي وسلامه عليه وعلى آله وأصحابه الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وآله وأصحابه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, മലായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ ശബ്ദം ക്ലിയർ ആണല്ലോ അല്ലേ? അഡ്മിൻസ് ശ്രദ്ധിക്കുക. ശരി, കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. റമദാനുമായി ബന്ധപ്പെട്ട്, നോമ്പുമായി ബന്ധപ്പെട്ട് വളരെ ചുരുക്കം ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ റമദാനിലെ നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചു. അതുപോലെ തന്നെ പരിശുദ്ധ റമദാനിൽ ജീവിക്കാൻ കഴിയുക അത് ഒരു വലിയ ഒരു സൗഭാഗ്യമാണ് എന്നുള്ളതിനെ തെളിവായിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള അധ്യാപനങ്ങളിൽ നിന്നും ചിലത് നമ്മൾ കേട്ടു. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗങ്ങളാണ്, ഒരുപാടുണ്ട്. നമുക്കറിയാം, പല ക്ലാസ്സുകളിലൂടെയും ഇന്ന് നാട്ടിൽ നടക്കുന്ന പല ലൈവ് പ്രഭാഷണങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാനും അവർക്ക് കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാകാനും പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, മറിച്ചത് ഉപകാരപ്രദമാവുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹങ്ങളാണ് അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് നോമ്പ് നോക്കുകയും അല്ലാഹുവിനെ സ്മരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഉള്ള പ്രതിഫലം. വസ്സായിമീന വസ്സായിമാത്ത് വൽഹാഫിളീന ഫുറൂജഹും വൽഹാഫിളാത്ത് والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. والصائمين والصائمات, നോമ്പ് നോക്കുന്ന പുരുഷന്മാരും അതുപോലെ തന്നെ നോമ്പ് നോക്കുന്ന സ്ത്രീകളും, വൽഹാഫിളീന ഫുറൂജഹും, അവരെന്താണ്, അവരുടെ ഗുഹ്യ സ്ഥാനങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ്. വൽഹാഫിളാത്ത്, ആ പുരുഷന്മാരും സ്ത്രീകളും. വദ്ദാകിരീന അല്ലാഹ കസീറൻ, അവർ ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്നവരും അല്ലാഹുവിന്റെ ദിക്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുമാണ് ആ സ്ത്രീ പുരുഷന്മാർ. അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ, വമ്പിച്ച അതിമഹത്തായ മഗ്ഫിറത്ത് അനുഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ നോമ്പ് നോക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത് മഹത്തായ ഒരു അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന് പാത്രീഭൂതരാവാനുള്ള ഒരു അവസരമാണ് ഈ പരിശുദ്ധ റമദാനിലെ നോമ്പ് എന്നുള്ളത് കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ മഗ്ഫിറത്ത് ലഭിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. അതിനുള്ള പണികളാണ്, അതിനുള്ള ജോലികളാണ് നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ എടുക്കേണ്ടത് എന്ന് ഉണർത്തുകയാണ്. നോക്കിക്കേ, ഇന്നലെ നമ്മൾ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ അവസാന സമയത്ത് ഞാൻ ഒരു വിഷയം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസ്, അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാകും റമദാനു ശഹ്റുൻ മുബാറകുൻ ഫറദ അല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാഅ വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം وتغل فيه مردة الشياطين لله فيه ليلة خير من 1000 شهر من حرم خيرها فقد حرم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതാകും റമദാൻ, നിങ്ങൾക്കിതാ റമദാൻ എത്തിയിരിക്കുന്നു. എങ്ങനെയുള്ളതാണ് റമദാനിന്റെ പ്രത്യേകത? റസൂലുള്ളാഹി പറയുന്നു, ശഹ്റുൻ മുബാറകുൻ, അനുഗ്രഹീതമായ ഒരു മാസം, അനുഗ്രഹപൂർണമായ ഒരു മാസം, അനുഗ്രഹങ്ങളുടേതായ ഒരു മാസം ഇതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. ഫറദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, ഫർദാക്കിയിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർത്തുകയാണ്, തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകങ്ങളിൽ നിന്നുള്ള ആ കവാടം, അതിന്റെ വാതിലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറക്കുകയായി. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിൽ നിന്നുള്ള ആ വാതിലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊട്ടിയടച്ചിരിക്കുന്നു. വതുഗല്ലു ഫീഹി മർദത്തു ശയാതീൻ, ശയാതീനുകൾ, പിശാചുകളിൽപ്പെട്ട മോട്ട് കാണിക്കുന്ന അത്തരത്തിലുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിരിക്കുന്നു? ബന്ധിപ്പിച്ചിരിക്കുന്നു. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധനസ്ഥരാക്കിയിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർത്തുകയാണ്, ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ 1000 ശഹർ, ആ മാസത്തിൽ ഒരു രാവുണ്ട്. ആ രാവെന്ന് പറയുന്നത് ഖൈറുൻ മിൻ 1000 ശഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ പുണ്യകരമായ ആ ഒരു മാസമാണ്. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിം, ആരെങ്കിലും അതിനെ ആ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പവിത്രതകൾ നൽകിക്കൊണ്ട് അതിനെ സ്വീകരിക്കുകയാണെങ്കിൽ, അതിൽ ജീവിക്കുകയാണ് എങ്കിൽ, അതിന്റെ ശ്രേഷ്ഠതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ട വിധം അതിന്റെ ഹക്കുകൾ നൽകിക്കൊണ്ട്, ഇന്നലെ നമ്മൾ വിശദീകരിച്ച ഒരുപാട് കാര്യങ്ങൾ, ആ വിശദീകരിക്കപ്പെട്ടതുപോലെ അതിന്റെ ഹക്ക് നൽകിക്കൊണ്ട് ഒരാൾ ആ റമദാനെ സ്വീകരിക്കുകയാണെങ്കിൽ അവനും എന്തായി? ശുദ്ധിയുള്ളവനായി എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഇത് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പല കാര്യങ്ങളും ഇതിലുണ്ട്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തിന്റെ വാതിലുകൾ ആകാശ ലോകങ്ങളിൽ നിന്നും സ്വർഗ്ഗലോകത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നിട്ടിരിക്കുകയാണ്. ആ അനുഗ്രഹങ്ങൾ മുഴുവനും വാരിക്കൂട്ടാൻ എന്തൊക്കെ മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? അത് എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ച ആ രൂപത്തിൽ അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലമയിൽ നിന്നും അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. എന്താണ്? അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു عن رسول الله صلى الله عليه وسلم قال إذا كانت أول ليلة من رمضان سفرت الشياطين ومردت الجن وغلقت أبواب النار فلم يفتح منها باب وفتحت أبواب الجنة فلم يغلق منها باب ونادى مناد يا باغي الخير أقبل ويا باغي الشر أقصر
ഫലില്ലാഹി ഉത്ഖാഹു മിനൻ നാർ വദാലിക ഫീ കുല്ലി ലൈല. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങൾ സഹോദരന്മാരെ വളരെ ഗൗരവപൂർവ്വം നമ്മൾ കേൾക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ്? ഇദാ കാനത് അവ്വലു ലൈലത്തി മിൻ റമളാൻ, റമളാനിലെ ഒന്നാമത്തെ രാവ് എത്തിക്കഴിഞ്ഞാൽ സുഫിദത്തു ശയാതീൻ വമറദത്തുൽ ജിൻ, ജിന്നിൽപ്പെട്ട വോട്ട് കാണിക്കുന്ന പിശാചുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധനസ്ഥരാക്കും. പിന്നെന്താണ്? വഹുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ വാതിലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊട്ടിയടക്കുന്നു. പിന്നെ ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, ആ നരകവാതിലുകളിൽ നിന്നും ഒരു വാതിൽ പോലും പിന്നെ തുറക്കുകയില്ല. വഫുതിഹത് അബ്വാബുൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കുകയായി. ഫലം യുഖ്ലഖ് മിൻഹാ ബാബുൻ, ആ ബാബുകളിൽ നിന്നും ആ വാതിലുകളിൽ നിന്നും തുറക്കപ്പെട്ട സ്വർഗ്ഗത്തിന്റെ വാതിലുകളിൽ നിന്നും നമുക്ക് നേരെ അതിൽ അടക്കപ്പെടുകയില്ല. വനാദാ മുനാദിൻ യാ ബാഗിയൽ ഖൈർ, അവിടെ നിന്നും വിളിച്ചു പറയപ്പെടുന്നു. എന്താണ്? യാ ബാഗിയൽ ഖൈർ, ഖൈർ ഉദ്ദേശിക്കുന്ന, നന്മ ഉദ്ദേശിക്കുന്ന ആളുകളെ അഖ്ബിൽ, നിങ്ങൾ അത് സ്വീകരിക്കും, മുന്നോട്ട് വരൂ, അതിനെ പുൽകാൻ വേണ്ടി നിങ്ങൾ അതിനെ സ്വീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വരൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് തുടർത്തുന്നു, വയാ ബാഗിയ ശർ, ശർ ഉദ്ദേശിക്കുന്ന ഷർറിന്റെ വക്താക്കളെ അക്സിർ, നിങ്ങൾ അതൊന്ന് ഒഴിവാക്കിക്കൂടെ, നിങ്ങൾക്കൊന്ന് മതിയാക്കിക്കൂടെ, അതൊന്നും നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്ന് അവിടെ നിന്നും വിളിച്ചു ചോദിക്കപ്പെടും. അപ്പോൾ നന്മ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് വന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ മുഴുവനും വാരിക്കൂട്ടാനുള്ള വലിയ ഒരു അവസരമാണ്. അതുപോലെ തന്നെ തിന്മ ഉദ്ദേശിക്കുന്ന ആളുകളെ അക്സിർ, നിങ്ങൾ അതൊന്ന് മതിയാക്കൂ, അതിൽ നിന്ന് നിങ്ങളൊന്ന് വിരമിക്കുന്നില്ലേ, നിങ്ങൾ അതിൽ നിന്ന് പിന്മാറൂ എന്നുള്ളത്. വലില്ലാഹി ഉത്ഖാഹു മിനൻ നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ വിടലിയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസങ്ങളാണ്. വദാലിക ഫീ കുല്ലി ലൈല, ആ റമദാനിന്റെ എല്ലാ രാവുകളിലും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകളുടെ വിടലികളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് പരിശുദ്ധ റമദാനിന്റെ എല്ലാ രാത്രികളിലുമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് വലിയ ഒരു അനുഗ്രഹം വന്നെത്തുകയാണ്, വലിയ ഒരു അവസരം, ഒരു ഗോൾഡൻ ചാൻസ് നമുക്ക് വന്നെത്തുകയാണ്. എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പിടലികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ വേണ്ടുന്ന അമലുകൾ ചെയ്യുക, അതിനുള്ള ഒരു അവസരം വന്നെത്തുകയാണ്. അത് ഈ പരിശുദ്ധ റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഈ മോശപ്പെട്ട കാര്യങ്ങളിൽ കുളിച്ചിരിക്കുന്ന ആളുകളെ നിങ്ങൾ അതൊന്നും മതിയാക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പറഞ്ഞ കാര്യം നമ്മളൊന്ന് പ്രത്യേകം ഗൗരവത്തോടുകൂടി കണക്കിലെടുക്കുക എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഉണർത്താനുള്ളത്. നോക്കിക്കേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅതു ഇലൽ ജുമുഅ, 5 നേരത്തെ നമസ്കാരം, അത് എന്താണ്? ജുമുഅ മുതൽ ജുമുഅ വരെയുള്ളത്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്? അത് കഫാറത്താണ്. ആ ജുമുഅ മുതൽ ജുമുഅ വരെയുള്ള ആ സമയത്ത് എന്തൊക്കെ തെറ്റുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ആ തെറ്റുകൾ, വലിയ ആ പാപങ്ങൾ ഒഴികെയുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഒന്നുകൂടി ഞാൻ വായിക്കാം ഹദീസ്. അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅതു ഇലൽ ജുമുഅ വറമദാനു ഇലാ റമളാൻ മുകഫിറാത്തും മാ ബൈനഹുമാ ഇദ്തനിബത്തിൽ കബായിർ. ആരെങ്കിലും കബായിറുകൾ, വൻപാപങ്ങൾ ഉപേക്ഷിക്കുകയും എന്നിട്ട് അവരുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ പാപങ്ങൾ ആണ് എങ്കിൽ അത് ഒരു ജുമുഅ മുതൽ മറ്റു ജുമുഅ വരെ ആ നമസ്കാരം, അവന്റെ ഒരു നമസ്കാരം മറ്റു നമസ്കാരം വരെ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെയാണ് റമളാൻ ഇല റമളാൻ, ഒരു റമളാൻ മുതൽ മറ്റു റമളാൻ വരെയുള്ള, അടുത്തു വരുന്ന റമളാൻ വരെയുള്ള പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരിക തന്നെ ചെയ്യും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട നാവുകൊണ്ട് നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റമളാൻ, പരിശുദ്ധ റമളാൻ നമ്മളിലേക്ക് വന്നെത്തി
കഴിഞ്ഞാൽ, റമദാനിന്റെ ദിനരാത്രങ്ങൾ നമ്മളിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ അത് അനുഗ്രഹത്തിന്റെ ആ വരവുമായിട്ടാണ് നമ്മളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കുക. അത് കൂടുതൽ മഗ്ഫിറത്തിന്റേതാണ്, അല്ലെ? അനുഗ്രഹങ്ങൾ മുഴുവനും മഗ്ഫിറത്തിന്റേതാണ്. ഞാൻ വായിച്ചു, പരിശുദ്ധ ഖുർആൻ എന്നുള്ള ഒരു വചനം വായിച്ചു, വസ്സായിമീന വസ്സായിമാത്ത് വൽഹാഫിളീന ഫുറൂജഹും വൽഹാഫിളാത്തി വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള, അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ആ സ്വർഗ്ഗത്തിനെ കുറിച്ച് അല്ലെങ്കിൽ മഗ്ഫിറത്തിനെ കുറിച്ച് നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനത്തിലൂടെ. അതുപോലെ തന്നെ നേരത്തെ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സ്വർഗം നേടാനുള്ള, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് നേടാനുള്ള വലിയ ഒരു സന്ദർഭമായിട്ടാണ് നമ്മൾ ഈ പരിശുദ്ധ ഖുർആനിനെ പരിശുദ്ധ റമദാനിനെ മനസ്സിലാക്കേണ്ടതും അതിലേക്ക് നമ്മൾ നടന്നെടുക്കേണ്ടതും എന്നുള്ള കാര്യം സഹോദരന്മാരെ മറന്നു പോകാൻ പാടുള്ളതല്ല. നോക്കിക്കേ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസ്, റസൂലുള്ളാഹി അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്നെയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു അമലി ഇബ്നു ആദം ലഹു, കുല്ലു അമലി ഇബ്നു ആദം ലഹു ആദമ ലഹു ഇല്ല സിയാം ഫഇന്നഹു ലി വഅന അജ്സി ബിഹി. കുല്ലു അമലി ഇബ്നു ആദം, ആദമിന്റെ സന്തതികളുടെ എല്ലാ അമലുകളും അവനുള്ളതാണ്. ഇല്ല സിയാം, നോമ്പൊഴിച്ച്, ഫഇന്നഹു ലി, അത് എനിക്കുള്ളതാണ്, വഅന അജ്സി ബിഹി, ഞാൻ അതിന് എന്തു നൽകുന്നു? പ്രതിഫലം നൽകുന്നു. അപ്പോൾ എല്ലാ അമലും ആദമിന്റെ മക്കൾക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം, നമ്മുടെ അമലു സാലിഹാത്തുകൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയാണല്ലോ നമ്മൾ സമർപ്പിക്കുന്നത്. ലാപ്ടോപ്പിന്റെ ചാർജ് തീർന്നു, അതൊന്ന് കുത്തിയതാണ്. ഓക്കെ, അപ്പൊ നമ്മള് സമർപ്പിക്കുന്നത് നമ്മുടെ അമലുകൾ മുഴുവനും ഇന്ന സ്വലാത്തി വനുസ്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്. നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ജീവിതവും നമ്മുടെ അറിവും നമ്മുടെ അമലുകളും മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് ഉള്ളത് എന്നാണ് നമ്മൾ പറയാറുള്ളത്. പിന്നെ ഈ പറഞ്ഞത് എന്താണ്? ഇത് ഈ പറഞ്ഞ വിഷയത്തിൽ, നോമ്പിന്റെ വിഷയത്തിലുള്ള ആ ഗൗരവത്തെ കുറിച്ച്, അതിന്റെ ഫളലിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് അത്തരത്തിലുള്ള പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ആ നോമ്പ് എന്ന് പറയുന്നത് നോക്കിക്കേ, നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ കാണാൻ കഴിയും. മറ്റ് അമലുകൾ പോലെയല്ല. നമസ്കാരം എന്നുള്ളത് പള്ളിയിൽ ഇപ്പൊ നമ്മൾ നമസ്കരിക്കാൻ പോകുന്നത് വുദു ഉണ്ടാക്കുന്നു, അത് പല ആളുകളും കാണുന്നുണ്ട്, അല്ലെ? അതുപോലെ തന്നെ വുദു ഉണ്ടാക്കി നമ്മൾ നടന്ന് പള്ളിയിലേക്ക് പോകുന്നു, പല ആളുകളും കാണുന്നു, അല്ലെ? അവിടേക്ക് പലതരത്തിലുള്ള റിയാ കടന്നു വരാൻ സാധ്യത ഏറെയുണ്ട്. എന്നാൽ അതുപോലെ തന്നെ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നു, പള്ളിയിൽ പോയി നമ്മൾ നമസ്കരിക്കുന്നു, ജനങ്ങൾ നമ്മളെ കാണുന്നു, അവിടെ നിന്ന് സുന്നത്ത് നമസ്കരിക്കുന്നു, തിരിച്ചു വരുന്നു, നമ്മളെ ജനങ്ങൾ കാണുന്നു. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ ജനങ്ങൾ നമ്മളെ കാണുകയും അതിന്റെ വശങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇത് റിയാ കടന്നു വരാൻ സാധ്യത കൂടുതലാണ്. അതേ സ്ഥാനത്ത് ഈ പരിശുദ്ധ റമദാനിലെ അല്ലെങ്കിൽ റമദാൻ മാസമല്ലാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും നോമ്പ് നോക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വകാര്യമായ ഒരു സംഗതിയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം അറിയുന്ന കാര്യമാണ്. അതിൽ റിയാ വരികയില്ല എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നോമ്പ് നോറ്റിക്കുന്നു, അല്ലെങ്കിൽ വേറെ പല ഇത് ഉപയോഗിച്ചു, ഇന്ന് ആരെങ്കിലും സുന്നത്ത് നോമ്പ് നോക്കുന്ന ആളുകൾ വൈകുന്നേരം രാത്രി ആരെങ്കിലും കാണുമ്പം തലവേദനിച്ചിട്ട് വയ്യ, അല്ലാത്ത തലവേദന. എന്താണെന്നറിയോ? നോമ്പ് നോറ്റവന്റെ തലവേദന. അപ്പൊ തലവേദന എന്നുള്ള മറ്റുള്ളവരോട് പറയുന്നത് കൊണ്ട് ആ പറയുന്ന രൂപത്തിൽ എന്ത് ചെയ്തു? അവന്റെ നോമ്പിന്റെ വിഷയം കൂടി ഒരാൾ അറിഞ്ഞു. സുന്നത്ത് നോമ്പാണ്, മറ്റേയാൾക്കൊന്നും അറിയില്ല, പക്ഷെ ഇയാളത് അറിയിച്ചു. അങ്ങനെ റിയാ വരാം, അതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇവിടെ നോമ്പ് നോറ്റിരിക്കുന്ന വ്യക്തി അവന്റെ നോമ്പിന്റെ വിഷയത്തിൽ അവനും അവന്റെ റബ്ബുമായിട്ടുള്ള ബന്ധമാണ്, ഇല്ലേ? ആരും കാണാതെ വേണമെങ്കിൽ അവൻ എന്ത് ചെയ്യാം? പല കാര്യങ്ങളും ചെയ്യാം. ആരും കാണാതെ
അല്ലെ, സ്വകാര്യമായി അവന്റെ റൂമുകളിൽ. അതുപോലെ തന്നെ അവന്റെ ഭക്ഷണ പാനീയങ്ങൾ അത് കഴിക്കുന്നതിൽ, വെള്ളം കുടിക്കുന്നതിൽ ഒരാളും കാണാതെ വേണമെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്തൂടെ? ഇല്ല. അവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് കൃത്യമായി അള്ളാഹുവിന് മാത്രം നോമ്പെടുക്കുന്ന ആ ഒരു ഇഖ്ലാസിന്റെ, നിയ്യത്തിന്റെ, ആ ഇഹ്തിസാബിന്റെ രംഗം നമ്മൾ കാണുകയായി സഹോദരന്മാരെ. അതുകൊണ്ടാണ് ആ ഒരു സംഗതിക്ക് വല്ലാത്ത പ്രതിഫലമാണ് ഉള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചത്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർത്തുന്നു, വസ്സൗമു ജിന്നഹ്, നോമ്പ് എന്ന് പറയുന്നത് ഒരു പരിചയാണ്. നോമ്പ് എന്ന് പറയുന്നത് ഒരു പരിചയാണ്. എന്താണ് പരിച? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് പരിച? അറിയോ? കേൾക്കുന്ന ആളുകൾ ഒരു ടെക്സ്റ്റൊക്കെ അടിക്കുക. എന്താണ് പരിച എന്നുള്ളതിന്റെ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. ഏത് ഇവിടെ ഹദീസിൽ പറഞ്ഞതല്ല. ഇപ്പൊ നമ്മൾ കാണാം, വാൾപ്പയറ്റിലൊക്കെ, യുദ്ധവേളകളിലൊക്കെ വാളുകൾ കൊണ്ടുള്ള വെട്ട് തടുക്കാൻ വേണ്ടി യുദ്ധ പോരാളികളുടെ കയ്യിലുണ്ടായിരിക്കും ഒരു സംഗതി, ഒരു പരന്ന ഒരു സംഗതി, ഒരു തട. അതാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടെ വാള് കൊണ്ടുള്ള ശത്രുക്കളുടെ വെട്ടുകളിൽ നിന്നും രക്ഷ തേടാൻ, സ്വന്തം ശരീരത്തെ രക്ഷിക്കാനാണ് ആ ഒരു പരിചയുള്ളത് എങ്കിൽ ഇവിടെ നോമ്പെന്ന് പറയുന്ന പരിച തെറ്റുകളിൽ നിന്നും രക്ഷ നേടാൻ, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന അനുസരിച്ച് അവന്റെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അസ്സൗം എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് സാധ്യമാവുന്നത്? നോക്കിക്കേ, ഫഇദാ കാന യൗമുസ്സൗമി അഹദിക്കും, നിങ്ങളിൽ ആർക്കെങ്കിലും നോമ്പുണ്ടായിരിക്കുന്ന ഒരു ദിവസത്തിൽ ഒരാള് ഫലാ യർഫുസു യൗമഇദിൻ വലാ യസ്ഖബു, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഫലാ യർഫുസു യൗമഇദിൻ, ആ ദിവസം മുഴുവനും നിങ്ങൾ എന്താ ചെയ്യാൻ പാടില്ലാത്തത്? നിങ്ങൾ തെമ്മാടിത്തങ്ങൾ സംസാരിക്കാൻ പാടില്ല, മോശമായത് സംസാരിക്കാൻ പാടില്ല, മറ്റുള്ള അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. വലാ യസ്ഖബ്, നിങ്ങൾ മോശമായിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ള പ്രവർത്തികളും ഒന്നും തന്നെ പാടുള്ളതല്ല. ഒരാൾക്കും പൊരുത്തമല്ലാത്ത രീതിയിലുള്ള ഒരു സംസാരം നമ്മുടെ നാവുകളിൽ നിന്നും വന്നുകൂടാ. അത് നോമ്പിന്റെ അവസരത്തിൽ മാത്രമല്ല സഹോദരങ്ങളെ, ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളിലും എല്ലാ സമയങ്ങളിലും ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യർഫുസ് എന്നുള്ള പദം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ സമയത്തും ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്തും പരിശുദ്ധ ഖുർആനിൽ പദങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഈ കൂട്ടത്തിൽ ഓർക്കുക. അപ്പോൾ മോശമായ, അശ്ലീകരമായ എന്തെങ്കിലും മുനകൾ വെച്ചുകൊണ്ടുള്ള, മറ്റു തരത്തിൽ കുറ്റപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടുള്ള ഒരു തരത്തിലുള്ള വർത്തമാനങ്ങളും ഒരു തർക്കവിതർക്കങ്ങളും കുതർക്കങ്ങളും ഒന്നും തന്നെ ഈ ഒരു സന്ദർഭത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. ആ കാര്യം പ്രത്യേകം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് ആ നോമ്പിലൂടെ ഒരു കൺട്രോൾ, അതുപോലെ തന്നെ ഒരു ട്രെയിനിങ് നമുക്ക് ലഭിക്കുകയാണ്, എങ്ങനെ നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളത്. അല്ലെ, പരിശുദ്ധ റമളാനിൽ എന്തെങ്കിലും ഒരു കളവ് അല്ലെങ്കിൽ എന്തെങ്കിലും അനാവശ്യമായ ഒരു കാര്യം പറയാൻ നമ്മുടെ നാവ് പൊക്കുമ്പോൾ നമുക്ക് ഉടനെ ഓർമ്മ വരുന്നു, ഇല്ല അല്ലാഹു ഇന്നി സായിം, ഞാൻ ഒരു നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അടക്കി പിടിച്ച് ആ പറയാൻ വരുന്ന സംസാരത്തെ ഒതുക്കി നിർത്തി ഒരു കാരണവശാലും നമ്മുടെ അധരങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള സംസാരങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുകയും നമ്മൾ അവിടെ കൺട്രോളിലാവുകയും ചെയ്യുന്നു. ഇത് ഈ റമളാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടുന്ന വലിയ മഹത്തായ ഒരു കാര്യമാണ്. നാവിനെ സൂക്ഷിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമാണ് സഹോദരങ്ങളെ. ഫിത്നകളുടെ വിഷയങ്ങൾ വരുമ്പോൾ അല്ലേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നെ ഒന്ന് ഉപദേശിക്കണം, എനിക്കൊരു ഉപദേശം നൽകണം, എനിക്ക് എല്ലാ പരലോകത്തും ഇഹലോകത്തും ഒരുപോലെ കൂലി കിട്ടുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞു തരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന ആളിനോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുത്തത്, പറഞ്ഞു കൊടുത്തത് ആ നാവ് നീട്ടിക്കൊണ്ട് ഈ നാവിനെ സൂക്ഷിക്കുക, എന്നാൽ എല്ലാം നിനക്ക് രക്ഷപ്പെടും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഒരു സമൂഹത്തിൽ
ഫിത്നകൾ ഉണ്ടാക്കാൻ ഏറ്റവും മുൻപന്തിയിലുള്ളത് നമ്മുടെ നാവുകളാണ് അല്ലെ. ആ നാവുകളിൽ നിന്നും വരുന്ന ഒരു വർത്തമാനം, ഒരു വാക്ക്, അത് വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ബന്ധങ്ങൾ മുഴുവനും കെട്ടുപൊട്ടിക്കുന്നതാണ്. ആ കെട്ടുപൊട്ടിച്ചെറിയുന്ന ബന്ധങ്ങൾ, അതുപോലെ തന്നെ കുടുംബകലഹങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നത് അത്തരത്തിലുള്ള നാവിലൂടെ വരുന്ന ഏതെങ്കിലും ഒരു ചെറിയ വാക്കുകളാണ്. സമൂഹത്തിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുന്നത് നമ്മുടെ നാവിലൂടെ വരുന്ന വാക്കുകളാണ്. അതുപോലെ തന്നെ എല്ലാ തരത്തിലും നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുന്നതും ഈ നാവ് കൊണ്ടുള്ള ചില പ്രയോഗങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അല്ലെ. ആരെങ്കിലും കുറിച്ച് അവന് ഇഷ്ടപ്പെടാത്ത ഒരു വർത്തമാനം, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ പെട്ട ഒരു ഭാര്യയെ സംബന്ധിച്ച് പറയപ്പെട്ടു, എന്താണ്, പൊക്കം കുറഞ്ഞ ഒരു സ്ത്രീ എന്നുള്ള രൂപത്തിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയെ പറ്റി മറ്റൊരു ഭാര്യ പറഞ്ഞപ്പോൾ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? ആയിഷ, അതൊരു വാക്ക്, വല്ലാത്തൊരു വാക്കാണ്. ആ വാക്ക് മതി എന്ത്, ഒരു കടലിലെ വെള്ളം മുഴുവനും വിഷലിപ്തമാക്കാൻ, മലീമസമാക്കാൻ പറ്റിയ അത്രയ്ക്കും പോന്ന ഒരു വർത്തമാനമാണ്. എന്താ നോക്കിക്ക സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടു കൂടി ഞാനും ഈ പറയുന്ന ഞാനും നിങ്ങളും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. എന്താ വലിയ പ്രശ്നം, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? പൊക്കം കുറഞ്ഞ ഒരു സ്ത്രീയാണ് അല്ലെ, അവരെ കുള്ളത്തി അല്ലെങ്കിൽ കുറിയവൾ, പൊക്കം കുറഞ്ഞവൾ എന്ന് പറയുന്നതിൽ എന്ത് അപാകതയാണ് ഉള്ളത് എന്ന് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം അല്ലെ. പക്ഷേ ആ ഒരു അപാകത സഹോദരന്മാരെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ആ വർത്തമാനത്തിന് എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടാവുക? നമുക്ക് മനസ്സിലാക്കാം. നോക്കിക്കേ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആകാരങ്ങളിൽ, അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ആ വ്യത്യാസങ്ങൾ ഒക്കെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൊക്കം കുറവാക്കുന്നതും പൊക്കമുള്ളവനാക്കുന്നതും, അതുപോലെ തന്നെ ശരീര സൗന്ദര്യം കൂടുതൽ നൽകുന്നതും ചർമ്മ സൗന്ദര്യം കൂടുതൽ നൽകുന്നതും കുറവ് നൽകുന്നതും ഒക്കെ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോ ഒരാൾക്ക് ഇല്ലാത്ത ഒരു പ്രയാസത്തിനെ ഉയർത്തി കാണിച്ച പൊക്കം കുറഞ്ഞവളാണെന്നോ അല്ലെങ്കിൽ നൊണ്ടിയാണെന്നോ അല്ലെങ്കിൽ കൈക്ക് ഇത് സ്വാധീനമില്ലാത്ത രൂപത്തിലുള്ള ആളാണെന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ സൃഷ്ടിപ്പിൽ തൃപ്തിപ്പെടാത്ത ആളുകളാണ് അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുക. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. നെറ്റ് കുറച്ച് സ്ലോ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത് ഇടക്ക്. ശ്രദ്ധിക്കുക, ഏതെങ്കിലും അംഗവൈകല്യത്തെ നോക്കി ഒരാളിനെ പറ്റി പറഞ്ഞാൽ സഹോദരങ്ങൾ അത് വലിയൊരു വർത്തമാനമാണ്. എന്താണ് ആ ഒരു കുറവ്? യഥാർത്ഥത്തിൽ ആ മനുഷ്യന്റെ കുറവല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ തൃപ്തിയും ഇഷ്ടവും അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു രൂപത്തിൽ സൃഷ്ടിച്ചതാണ് അവനെ. അപ്പോ അവനുള്ള ഏതെങ്കിലും കുറവുകളുണ്ട് എങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്തുള്ളവനാണ്. ഒരുപാട് ഹിക്മത്ത് അതിന്റെ പിന്നിലുണ്ടാവാം. പക്ഷേ അതിന് മനസ്സിലാക്കാതെ അവന്റെ കുറവുകൾ, ആ വ്യക്തിയുടെ കുറവുകളെ ഒരാൾ ചൂണ്ടിക്കാണിച്ച് പരിഹസിച്ചാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിൽ അവൻ ആ കളിയാക്കുന്നവൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞവൻ എന്തല്ല, തൃപ്തിയുള്ളവനല്ല എന്നർത്ഥം. അങ്ങനെ തൃപ്തിയില്ലാതെ അവൻ ആ പരിഹാസം നടത്തുകയാണ് എങ്കിൽ യഥാർത്ഥത്തിൽ അതിന്റെ പരിഹാസം ചെന്നെത്തുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയിലാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്താൻ പാടുള്ളതല്ല. അത് നോമ്പല്ലാത്ത സമയത്തും, നോമ്പുള്ള സമയത്താണെങ്കിൽ പ്രത്യേകിച്ചും ആ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫഇൻ സാബഹു അഹദുൻ ഔ ഖാതലഹു ഫയഖുൽ ഇന്നി ഇംറുഉൻ സായിമുൻ. എന്താണ് ആ ആരെങ്കിലും ഫഇൻ സാബഹു അഹദുൻ ഔ ഖാതലഹു, നിങ്ങളെ അവനെ ചീത്ത പറയാൻ വന്നു അല്ലെങ്കിൽ ചീത്ത പറച്ചു അല്ലെങ്കിൽ അവനുമായി കാത്തലും അവനുമായി വഴക്കുണ്ടാക്കി പ്രയാസങ്ങൾ ഉണ്ടാക്കി എങ്കിൽ അവൻ പറയട്ടെ, ഞാൻ നോമ്പുകാരനാണ്, നോമ്പുള്ള അവസ്ഥയിലാണ് ഞാനുള്ളത്, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറയുക. അതല്ലാതെ ഞാൻ നോമ്പുകാരനായി പോയി അല്ലെങ്കിൽ ഞാൻ കാട്ടിത്തന്നെ എന്ന ഒരു സംഗതി പറയാൻ പാടുള്ളതല്ല. അവൻ പറയേണ്ടത് ഇന്നി സായിമുൻ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്റെ റബ്ബ്, എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം?
ക്ഷമിച്ചുകൊണ്ട് ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് അവിടെ നിന്നും മാറിപ്പോവുകയും ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് നോമ്പിന്റെ ആ പവിത്രത കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. നോമ്പുകാരന്റെ ആ നോമ്പായിട്ടുള്ള അവസ്ഥയിൽ അവന്റെ നാവിലൂടെ വരുന്ന കാര്യങ്ങൾ ഒരിക്കലും അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത വാക്കുകൾ ആകാൻ പാടുള്ളതല്ല. എന്തുകൊണ്ടാ? അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? ആ നോമ്പുകാരന്റെ വായിലൂടെ വരുന്ന, നോമ്പുകാരനായിരിക്കുന്ന അവസ്ഥയിൽ അവന്റെ വായിലൂടെ വരുന്ന ഒരു ഗന്ധമുണ്ടല്ലോ, അത് പലപ്പോഴും നമുക്കൊക്കെ അത് മോശമായതാണ് എങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അത് അത് മിസ്കിന്റെ രീഷാണ് എന്ന് പറഞ്ഞാൽ കസ്തൂരിയുടെ ഗന്ധമാണ്, സുഗന്ധമാണ് അതിലുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ കാരണമെന്താ? അവന്റെ വിശപ്പ് മുഴുവനും സഹിച്ച്, അവന്റെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും സഹിച്ച് അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോക്കുകയാണ്. ആ നോമ്പ് നോക്കുമ്പോൾ അവന്റെ വയറിന്റെ ആ ഒരു ഇതനുസരിച്ച് ക്രമമനുസരിച്ച് പലപ്പോഴും ഭക്ഷണം വെള്ളവും അത് അകത്ത് ചെല്ലാത്തത് കൊണ്ട് പലതരത്തിലുള്ള അസ്വസ്ഥത നിറഞ്ഞ ഗന്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആ ഗന്ധം അത് വന്നത് അവന്റെ ഇതുകൊണ്ടല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പ് നോറ്റത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ആ നോമ്പ് നോറ്റവന്റെ ആ വായിലൂടെ വരുന്ന ഗന്ധത്തിന് കസ്തൂരിയുടെ സുഗന്ധമാണ് ഉള്ളത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. കൂട്ടത്തിലൊരു കാര്യം മനസ്സിലാക്കുക, പല്ല് തേക്കാണ്ടും വൃത്തിയാക്കാണ്ടും അത് ബ്രഷ് ചെയ്യാണ്ടും നടന്ന ആളുകളൊക്കെ കസ്തൂരിയുടെ ഗന്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കണ്ട. അത് കസ്തൂരിയുടെ ഗന്ധമല്ല, നല്ല ഒന്നാന്തരം വായുനാറ്റമാണ്. കൃത്യമായി പല്ല് തേക്കുക, ഒന്നാന്തരം ദുർഗന്ധമാണ് ആ വായിൽ നിന്നും വമിക്കുന്നത്. ഒരിക്കലും അതെന്തല്ല, സുഗന്ധമാവുകയില്ല. പല്ല് തേക്കണം രാവിലെയും അല്ലാത്ത സമയത്തുമൊക്കെ. പിന്നെ പേസ്റ്റ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട്. കാരണം അത് ഉള്ളിലേക്ക് പോകാനും അതുപോലെ തന്നെ അതിലെല്ലാം ഭക്ഷ്യ വസ്തുക്കൾ അടങ്ങി, ഇപ്പം ഏലക്കയുടെ സുഗന്ധവും അതുമൊക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പേസ്റ്റുകളാണല്ലോ. അപ്പൊ അതൊക്കെ ഉള്ളിൽ പോവാൻ ഒരു സാധ്യത അവിടെ ഉണ്ട്. അതുകൊണ്ട് അത് സൂക്ഷിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി പല്ലുകളും വായുമൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം. ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു കാര്യമാണ്, നമ്മുടെ ശുദ്ധിയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ, എന്താണ്, എന്റെ ഉമ്മത്തുകൾക്ക് ബുദ്ധിമുട്ടായേക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നു. അല്ലെങ്കിൽ എല്ലാ നമസ്കാര സമയത്തും അല്ലെങ്കിൽ എല്ലാ വുദൂഇന്റെ സമയത്തും ഈ പല്ല് തേക്കൽ അതെന്താക്കുമായിരുന്നു, അവർക്ക് ഒരു നിബന്ധനയാക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പല്ല് തേക്കലും അത് വൃത്തിയാക്കി വെക്കലും ഇസ്ലാമിൽ അതിന് പ്രത്യേകമായ സ്ഥാനം ഉണ്ട് എന്നുള്ളതാണ്. ആരെങ്കിലും അത് ചെയ്യുന്നവരെ കളിയാക്കുക, പരിഹസിക്കുകയോ ഒന്നും വേണ്ടതില്ല. ഒരു അറാഖിന്റെ ഒരു കഷ്ണം എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കട്ടെ. റമദാൻ മാസത്തിൽ അതുകൊണ്ട് നമുക്കത് വൃത്തിയാക്കി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. എന്നിട്ട് വരുന്ന നമ്മുടെ അന്തരാളങ്ങളിൽ നിന്നും വരുന്ന ആ ഗന്ധത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അല്ലാതെ പല്ല് തേക്കാതെ ആ ദുർഗന്ധം പേര് നടക്കുന്ന ആളുകളുടെ വായിൽ നിന്നും വരുന്ന അത്തരത്തിലുള്ള വായനാറ്റമല്ല യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് കൂട്ടത്തിൽ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമുക്ക് ഈ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ റമദാൻ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വലിയ വലിയ അനുഗ്രഹങ്ങളെ പറ്റിയും വലിയ വലിയ പാഠങ്ങളെ പറ്റിയുമാണ്. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം അത് നേടാൻ നമുക്ക് കഴിയും. അള്ളാഹുവിന്റെ സ്വർഗം നേടാൻ നമുക്ക് കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സൂക്ഷ്മതയും അതുപോലെ തന്നെ ഒരുപാട് കൺട്രോളും നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നാവിനെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് വലിയ ഒരു അവസരമാണ്. ആ രൂപത്തിൽ തന്നെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ഒരു സംഭവം എന്താണ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി لخلوف فم الصائم أطيب عند الله يوم القيامة من ريح المسك. മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം എന്ന് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ലഖുലൂഫു ഫമിസ്സായിം, ഒരു സായിമിന്റെ, ഒരു നോമ്പുകാരന്റെ വായിലൂടെ വരുന്ന ആ ഗന്ധം അത്യബു ഇൻദല്ലാഹി യൗമൽ ഖിയാമ മിൻ റീഹിൽ മിസ്ക്, ലീഹിനേക്കാളും കസ്തൂരിയുടെ സുഗന്ധത്തിനേക്കാളും
അള്ളാഹുവിന്റെ അടുക്കൽ യൗമുൽ ഖിയാമയിൽ അത്യബായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. وللصائم فرحتان يفرح بهما إذا أفطر فرح بفطره وإذا لقي ربه فرح بصومه. നോക്കിക്കേ, അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് സന്തോഷമാണ് ഒരു സായിമിനെ സംബന്ധിച്ചിടത്തുള്ളത്. രണ്ട് സന്തോഷം, രണ്ട് ഫർഹുകളാണ്. ഫർഹത്താൻ, രണ്ട് സന്തോഷമാണ് ഒരു സായിമിനെ സംബന്ധിച്ചിടത്തോളം. യഫ്റഹു ബിഹിമാ ഇദാ അഫ്തറ ഫർഹ ബിഫിത്രിഹി. എന്താണ്? ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സന്തോഷം, അവന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകുന്ന രണ്ട് രംഗങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഒന്ന്, അവൻ നോമ്പ് തുറക്കുമ്പോഴുണ്ടാവുന്ന അവന്റെ സന്തോഷം. ഒരു നോമ്പ് തുറക്കുമ്പോഴുണ്ടാവുന്ന അവന്റെ സന്തോഷം. സഹോദരങ്ങളെ, ഇന്ന് ഉച്ചക്ക് പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ട് നല്ല ചൂട്, ഇങ്ങനെ ചുളുചുളാന്നുള്ള ചൂട് കാറ്റടിച്ചിട്ട് ഒരു മുഖം പൊത്തിയാണ് യഥാർത്ഥത്തിൽ പുറത്തോട്ടൊന്ന് ഇറങ്ങി തിരിച്ചു കയറിയിട്ടുള്ളത്. മനസ്സിലാക്കണം, അത്രയും കഠിനമായ ചൂടാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിലുള്ളത്. ഇനി 10-12 ദിവസം അങ്ങോട്ട് പോകുമ്പോഴേക്കും ഈ ചൂടിന്റെ കാഠിന്യം ഒന്നുകൂടി കൂടും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സഹോദരങ്ങളെ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നോ? അതെ, ശരി, അൽഹംദുലില്ലാഹ്. അപ്പോ ഈ കഠിനമായ ചൂട് അത് നമുക്ക് വല്ലാത്തൊരു പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള നമ്മുടെ ദാഹവും നമ്മുടെ വിശപ്പും നമ്മുടെ എല്ലാം സഹിച്ച് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ, പ്രത്യേകിച്ചും 15-15.5 മണിക്കൂറോളം ഇപ്പോൾ ഈ സമയത്ത് ഗൾഫ് മേഖലയിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെ? അങ്ങനെ തന്നെയല്ലേ? ഏകദേശം 15 മണിക്കൂറിലേറെ വരും നമ്മുടെ നോമ്പിന്റെ സമയം എന്നുള്ളത്. ഫജ്ർ നമസ്കാരത്തിന് ശേഷം മഗ്രിബ് ബാങ്ക് വിളിക്കുന്നത് വരെയുള്ള സമയം ഏകദേശം അത്രത്തോളം സമയമുണ്ട് നമ്മുടെ പകല്. ഈ 15 മണിക്കൂറോളം നമ്മള് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ മുഴുവനും സഹിച്ച് ഒരു തുള്ളി വെള്ളം നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് പോകുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ആ അഫ്തറ ഫർഹ ബിഫിത്രി ഇദാ അഫ്തറ ഫർഹ ബിഫിത്രിഹി, ആ നോമ്പ് തുറക്കുമ്പോഴുണ്ടാവുന്ന അവന്റെ സന്തോഷം, അതിനെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുന്നു. വഇദാ ലഖിയ റബ്ബഹു ഫർഹ ബിസൗമിഹി. ഒറ്റ മിനിറ്റ് നോമ്പുകാരനായിക്കൊണ്ട് മരണം നോക്കുന്നതാണ്. അതെ, അല്ല, അതെ, وإذا لقي ربه فرح بصومه. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർത്തിയത് എന്താണ്? വഇദാ ലഖിയ റബ്ബഹു, അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഫരിഹ ബിസൗമിഹി, നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്, അത് മുഖേന ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ കഴിയുക എന്നുള്ളത്, അതാണ് അതിന്റെ ഉദ്ദേശം. നമ്മുടെ ഷെയ്ഖിനോട് ചോദിച്ചത് ഒന്നുകൂടി ഉറപ്പ് വരുത്തുകയായിരുന്നു. എന്താണ്? വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി, ആ നോമ്പ് കൊണ്ട് അതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ കഴിയില്ലല്ലോ. കാണാൻ പറ്റുമോ? സ്വർഗ്ഗലോകത്ത് കടക്കാൻ കഴിയുന്നത് ആർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അനുഗ്രഹം നൽകിയ ആ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമാണ്. അപ്പോൾ അവൻ അള്ളാഹുവിനെ കാണാൻ കഴിയുന്നത് ഒരു നോറ്റ നോമ്പിന്റെ ആ പ്രതിഫലം അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവന് കാണാൻ കഴിയുന്നു. അങ്ങനെ അള്ളാഹുവിനെ കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം, ഈ രണ്ട് സന്തോഷം സഹോദരന്മാരെ നമുക്ക് കരഗതമാവേണ്ടതുണ്ട്. അതുകൊണ്ട് കുറ്റമറ്റ രൂപത്തിൽ ഒരിക്കലും ഈ പ്രതിഫലത്തിൽ നിന്നും ഒട്ടും കുറഞ്ഞു പോകാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അത് മുഖേന നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളത് അത് വലിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ രൂപത്തിൽ ഹദീസുകൾ പലതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
ഏതായാലും അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. സഹോദരങ്ങളെ, വളരെ ഗൗരവമായി നമ്മൾ ഈ വിഷയങ്ങളെയൊക്കെ സമീപിക്കുക. എന്നിട്ട് നോമ്പ് നമ്മുടേത് തീർത്തും കുറ്റമറ്റതാക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമഹ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ പരലോകത്തെ യൗമുൽ ഖിയാമയിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഈ നോമ്പും അതുപോലെ തന്നെ ഖുർആനും നമുക്ക് ശഫാഅത്തുമായി എത്തുമെന്നാണ്. അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമഹ. പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് ശുപാർശയായി എത്തുന്ന രണ്ട് സംഗതികളാണ്. എന്ത്? അസ്സിയാം, നമ്മൾ നോറ്റ നോമ്പ്, വൽ ഖുർആൻ, നമ്മൾ ഓതിയ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനും അതുപോലെ തന്നെ നോമ്പും നമുക്ക് വേണ്ടി ശഫാഅത്തിനായി എത്തുമെന്ന്. സുബ്ഹാനല്ലാഹ്. യഖൂലു സിയാമു, ആ നോമ്പ് പറയും, ഐ റബ്ബി മനഅതുഹു അത്'ആമ വശഹവാതി ബിന്നഹാർ ഫശഫ്ഫഇനി ഫീഹി. അല്ലാഹുവിനോട് ആ നോമ്പ് ശഫാഅത്തിന് വേണ്ടി ചോദിക്കുകയാണ്. ഐ റബ്ബ്, അല്ലേ റബ്ബേ, മനഅതുഹു അത്'ആമ വശഹവാതി ബിന്നഹാർ, അവൻ എന്ത് ചെയ്തു? മനഅതുഹു അത്'ആം, ഭക്ഷണം അത് വിരോധിച്ചു, അതുപോലെ തന്നെ ഷഹവാത്തുകൾ വിരോധിച്ചു. ആ പകലിലുള്ള അവന്റെ ഷഹവാത്തുകൾ മുഴുവനും, അവനുള്ള എന്തൊക്കെയാണ് അവന് അനുവദനീയമായത് അത് പലതും ആ പകലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണ്? ഈ നോമ്പ് മുഖേന നമുക്ക് ഹറാമാവുകയാണ്. അപ്പോൾ നമുക്ക് അനുവദനീയമായ കാര്യങ്ങൾ മുഴുവനും, അതുപോലെ തന്നെ അനുവദനീയമില്ലാത്ത വിഷയം നമ്മൾ പ്രത്യേകമായി പറയേണ്ടതില്ലല്ലോ. അപ്പൊ അനുവദനീയമായ കാര്യങ്ങൾ പോലും നമ്മൾ ഒഴിവാക്കി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നോമ്പ് നോക്കുന്നു. ആ നോമ്പ് അല്ലാഹുവിനോട് ശഫാഅത്തിന് വേണ്ടി ചോദിക്കുകയാണ്. ഫശഫ്ഫഇനി ഫീഹി, അതുകൊണ്ട് അവന് വേണ്ടി ശുപാർശ ചെയ്യുകയാണ്. ആര്? ഈ നോമ്പ്. ആ നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന ഒരു സന്ദർഭം നമ്മുടെ സഹോദരന്മാരെ കളഞ്ഞു കുളിക്കാൻ പാടുള്ളതല്ല. ഈ പറയുമ്പോൾ നോമ്പ് എല്ലാവരും നോക്കുന്നു എന്ന രൂപത്തിൽ നോമ്പ് നോറ്റുകൊണ്ട് പോവുകയല്ല വേണ്ടത്. മറിച്ച് സ്വീകാര്യപ്രദമായ നോമ്പായിരിക്കണം. സ്വീകാര്യപ്രദമായ നോമ്പായിരിക്കണം. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന തരത്തിലുള്ള നോമ്പ് തന്നെയായിരിക്കണം. മനസ്സിലായില്ലേ? ആ സ്വീകരിക്കുന്ന തരത്തിലുള്ള നോമ്പായിരിക്കണം. അതല്ലെങ്കിൽ ഒന്നും സാധ്യമാവുകയില്ല. നേരം വെളുക്കോളം വെള്ളം കോരി എന്നിട്ട് വെളുക്കാറാവുമ്പോൾ കലമിട്ട് ഉടക്കുന്ന രൂപത്തിലാണ് നോമ്പിന്റെ അവസ്ഥയെങ്കിൽ അത് ശരിയാവുകയില്ല. അതൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ സ്വീകരിക്കപ്പെടുകയുമില്ല. അപ്പൊ സ്വീകരിക്കപ്പെടുന്ന തരത്തിലുള്ള നോമ്പായിരിക്കണം, കുറ്റമറ്റതായിരിക്കണം. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ പാടില്ല. കഴിവിന്റെ പരമാവധി അങ്ങേയറ്റത്ത് സൂക്ഷ്മതയോട് കൂടിയായിരിക്കണം ഈ നോമ്പ് നോക്കേണ്ടത്. അത് മുഖേന സൂക്ഷ്മതക്കുള്ള ട്രെയിനിങ് കൂടി ആവേണ്ടതുണ്ട് എന്ന് ഈ അവസരത്തിൽ ഓർക്കുക. അപ്പോ അതുപോലെ തന്നെ ആ ഖുർആൻ അത് നമുക്ക് വേണ്ടി സാക്ഷി പറയും. വയഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയും, മനഅതുഹു നൗമ ബില്ലൈൽ ഫശഫ്ഫഇനി ഫീഹി ഖാല ഫയശഫഅനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വയഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയും, മനഅതുഹു നൗമ ബില്ലൈൽ, രാത്രിയിലുള്ള നമസ്കാരം, അതുപോലെ തന്നെ രാത്രിയിലുള്ള ഖുർആൻ പാരായണം. രാത്രിയിൽ എന്ത് ചെയ്തിരുന്നു? നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുള്ള ആ ഉറക്കം, നമ്മുടെ റെസ്റ്റ് എടുക്കുന്ന നമ്മുടെ ആ സമയം അത് മാറ്റിവെച്ചുകൊണ്ട്, അത് വിരോധിച്ചുകൊണ്ട് എന്ത് ചെയ്തു? പരിശുദ്ധ ഖുർആനിനെ ഓതി അത് നമ്മുടെ ജീവിതത്തിൽ ജീവിപ്പിച്ചു. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു അത് എങ്ങനെയൊക്കെ നമുക്ക് ഓടാൻ കഴിയും, ഏതൊക്കെയാണ് അതിന്റെ മാർഗം, എത്രയൊക്കെ പ്രതിഫലം ലഭിക്കും, ഏതൊക്കെ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഇന്നലെ ഒരു ഷെഡ്യൂൾ പോലെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അത് കേട്ടിട്ടുള്ള ശ്രോതാക്കൾക്ക് ഓർമ്മയുണ്ടാവുമെന്നാണ് കരുതുന്നത്. ആ രൂപത്തിൽ ആളുകൾ ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു? ഖുർആൻ പാരായണം ചെയ്യുന്നു. അല്ലെങ്കിൽ ഉറങ്ങേണ്ടുന്ന സമയത്ത് ആ ഉറക്കം മാറ്റിവെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമിനെ പാരായണം ചെയ്ത് തന്റെ ജീവിതത്തിൽ അത് ജീവിപ്പിക്കുന്നു. അപ്പോ അത് മുഖേന, അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ നമുക്ക് ശഫാഅത്തായി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയശഫഅനി, അവർക്ക് അനുമതി നൽകുകയും അവരത്
അതിനുവേണ്ടി അള്ളാഹുവിനോട് ശുപാർശ നടത്തുകയും ആ ശുപാർശ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട നാവിലൂടെ അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് പൂർത്തിയാവുക തന്നെ ചെയ്യും. ആ ഒരു കാര്യം വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇങ്ങനെ നിരവധി അനവധി കാര്യങ്ങൾ നമുക്ക് പരിശുദ്ധ റമദാനിൽ ചെയ്യാനും കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെയുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ ബാക്കി കാര്യങ്ങൾ കൂടി ആകാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രതിഫലം ഒട്ടും ചോർന്നു പോകാത്ത രൂപത്തിൽ നമുക്ക് ഈ നോമ്പിനെ സ്വീകരിക്കാനും അതുപോലെ തന്നെ അതിൽ അമൽ ചെയ്യാനും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ഹദീസ് കൂടി സൂചിപ്പിക്കുകയാണ്, മറ്റേ ഹദീസ് കൂടി. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമളാനൻ ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മൻ സാമ റമളാനൻ, ആരെങ്കിലും പരിശുദ്ധ റമളാനിൽ നോമ്പ് നോക്കുകയാണ്. എങ്ങനെയാണ് നോമ്പ് നോക്കേണ്ടത്? ഈമാനൻ വഇഹ്തിസാബൻ, ഈമാനോടുകൂടി വിശ്വാസത്തോടുകൂടി. അത് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇഹ്തിസാബോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും പ്രതിഫലം ലഭിക്കണം അല്ലെ, ആ ഒരു വലിയ ഉൾക്കടിലമായ ആഗ്രഹം കൊണ്ട്, വേറൊന്നും വേണ്ട എന്നുള്ള ഒരു ചിന്ത കൊണ്ട് ഒരു മനുഷ്യൻ നോമ്പ് നോക്കുകയാണെങ്കിൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലേച്ഛ നമുക്ക് വേണ്ടത് അല്ലാഹുവിന്റെ ലിഖാഇനെ, അല്ലാഹുവിനെ ഒന്ന് കാണുക, അവന്റെ ആ തിരുവചനത്തെ ഒന്ന് ദർശിക്കാൻ കഴിയുക എന്നുള്ളത് സഹോദരന്മാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും പരമമായ ലക്ഷ്യം അതായിരിക്കണം. അല്ലാഹുവിന്റെ സ്വർഗം അത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെ ആ നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഏത്? നോമ്പ് നോക്കേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെയാണ് നമ്മൾ നോമ്പ് നോക്കേണ്ടത്. ഒരിക്കലും നോമ്പുകാരനാണ് എന്ന് പറയപ്പെടാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം കാംക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നോമ്പ് നോറ്റാൽ അവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന് കഴിഞ്ഞു പോയിട്ടുള്ള പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കപ്പെടുമെന്നുള്ളത്. അപ്പൊ നമ്മുടെ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടാൻ ഏത് രൂപത്തിലാണ് നോമ്പ് നോക്കേണ്ടത്? വെറുതെ നോമ്പ് നോറ്റത് കൊണ്ട് കാര്യമില്ല. എല്ലാവരും നോക്കുന്നു, അതുകൊണ്ട് ഞാനും നോക്കുന്നു അല്ലെ. സൗദി അറേബ്യയിൽ വരുമ്പോൾ എന്താണ്? സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം കടകളിലും മറ്റു മേഖലകളിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ഒരു സ്ഥലത്ത് ഒരു പകല് ഒരു ഭക്ഷണം നമുക്ക് കിട്ടാൻ സാധ്യമല്ല, ലഭ്യമല്ല. അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോ എല്ലാവരും നോമ്പ് നോക്കുന്നു, നോമ്പ് നോക്കാതെ നിവൃത്തിയില്ല. ആ നോമ്പ് നോക്കാതെ നിവൃത്തിയില്ല എന്ന രൂപേണയാണ് ഒരാൾ നോമ്പ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് അത്തരത്തിലുള്ള പ്രതിഫലം ലഭിക്കുകയില്ല. അതുപോലെ തന്നെ പലതരത്തിലാണ് ആളുകൾ എന്താണ് നോമ്പ് നോക്കും, രാത്രി അത്താഴം കഴിച്ച് അവൻ കിടന്നുറങ്ങും, ഫജ്ർ നമസ്കാരം നിസ്കരിച്ചാൽ നിസ്കരിച്ചു, ഇല്ലെങ്കിൽ ഇല്ല, അല്ലല്ല. കിടന്നുറങ്ങിയാൽ പിന്നെ അവൻ എഴുന്നേൽക്കുന്നത് പിറ്റേ ദിവസം അസർ സമയത്ത് കടയിൽ പോകാൻ വേണ്ടിയാണ്. പലപ്പോഴും പലതരത്തിൽ ഉള്ള ഈ ഗൾഫ് മേഖലകളിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരും അല്ലാത്തവരുമായ ആളുകൾക്കിടയിൽ കാണുന്ന വലിയ ഒരു വിപത്താണത്. വലിയൊരു വിപത്താണ്. എന്താണെന്നറിയുമോ? രാത്രിയിൽ 3 മണിക്ക് കടയടച്ച് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അപ്പോഴേക്കും ഏതെങ്കിലും ഒരു കുക്കുണ്ടാവും റൂമിൽ, അല്ലെങ്കിൽ ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വന്ന് വെച്ചിട്ട് അത് തിന്ന എത്രയും പെട്ടെന്ന് കിടന്നുറങ്ങുക. അപ്പൊ അവർക്കുള്ളത് എന്താണ്? പകലും രാത്രി മുഴുവനും ജോലിയെടുത്ത് വന്നതാണ് എന്നുള്ളതാണ് അവരുടെ ഇത്. പക്ഷെ അതല്ല, അങ്ങനെയുള്ള പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഈ പരിശുദ്ധ റമളാനിനെ നമ്മൾ സജീവമാക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അത്തരത്തിലുള്ള ആളുകൾക്കാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. അവന്റെ പ്രയാസങ്ങളും അവന്റെ പ്രതിസന്ധികളും അതുപോലെ തന്നെ അവന്റെ നിയ്യത്തും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതലായി കൂലി തരും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം എന്താണ്? മറ്റുള്ള ആളുകളെ പോലെയല്ല അവൻ അല്ലെ. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ള ഒരു ജോലി പോലെയല്ല ഒരു ബക്കാലയിലോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലോ ജോലി ചെയ്യുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന ആ റൂമിന്റെ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ 14-16 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട്.
വല്ലാതെ കഷ്ടപ്പെട്ടിട്ട് ഒന്നിനും എവിടെയും പോകാൻ പോലും ഒരു വെള്ളിയാഴ്ച പോലും ലീവില്ലാത്ത ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ അവരുടെ ഇത്രയും പ്രയാസപ്പെട്ട ജോലിക്കിടയിലുമൊക്കെ ഇതൊക്കെ സഹിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഈ പരിശുദ്ധ റമദാനിനെ ഹയാത്താക്കി കഴിഞ്ഞാൽ തീർച്ചയായും അവന് കൂലി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൂടുതലായിട്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതിലൊരു സംശയവുമില്ല സഹോദരന്മാരെ. അവരുടെ നിയ്യത്തനുസരിച്ചിട്ടാണ്. എന്താണ് ഇപ്പൊ നോക്കിക്കേ, ഞാൻ പറഞ്ഞു മൻ സാമ റമളാന ഈമാനൻ വ ഇഹ്തിസാബൻ. അവിടെയുള്ള അവരുടെ ആ പ്രതിഫലേച്ഛയുണ്ടല്ലോ. നിങ്ങൾ നോക്കിക്കേ ചരിത്രത്തിലേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു സംഗതി അല്ലേ, എന്താണ് തബൂക്ക് യുദ്ധവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപനം നടത്തി. എന്തിനാണ്? യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. വല്ലാത്ത പ്രയാസം, കഠിനമായ കൊടും ചൂടാണ്. ആ സമയത്ത് പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ അവർക്ക് ഭക്ഷണത്തിന് പോലും വകയില്ലാതെ വല്ലാത്ത രൂപത്തിൽ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിൽ അവര് എന്ത് ചെയ്യാണ്? യുദ്ധത്തിനു വേണ്ടി അവർ ക്ഷണിക്കപ്പെടുകയാണ്. അപ്പോൾ പല ആളുകൾക്കും പോകാൻ കഴിയുന്നില്ല. പല ആളുകൾക്കും പ്രയാസങ്ങൾ ഉണ്ടായി. അവർക്ക് വാഹനങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഈ യുദ്ധത്തിന് പോകുന്ന യുദ്ധ പോരാളികളുടെ കൂട്ടത്തിൽ പങ്കെടുക്കാൻ അവർക്ക് പലതും ഉണ്ടായിരുന്നില്ല. എന്താ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച കാര്യം? അവർക്ക് സൗകര്യങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റി പറഞ്ഞതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ലഖദ് തറക്തുകും ഫിൽ മദീനതി അഖ്വാമൻ മാ സിർതും മസീറൻ വലാ അൻഫഖതും മിൻ നഫഖത്തിൻ വലാ ഖതഅതും മിൻ വാദിൻ ഇല്ലാ വഹും മഅകും ഫീഹി. നോക്കിക്കേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു വിഭാഗം ആളുകളെ നമ്മൾ മദീനയിൽ വിട്ടിട്ടാണ് പോന്നിട്ടുള്ളത്. മാ സിർതും മസീറൻ വലാ അൻഫഖതും മിൻ നഫഖത്തിൻ വലാ ഖതഅതും മിൻ വാദിൻ. അവരെന്ത് ചെയ്തിട്ടില്ല? നമ്മളെ പോലെ അവർ ദീർഘദൂരം യാത്ര ചെയ്തിട്ടില്ല, അവർ ചെലവഴിച്ചിട്ടില്ല, അവരതുപോലെ തന്നെ ഒരു വാദിയും കീഴ്മുറിച്ചിട്ടില്ല. ഇല്ലാ വഹും മഅകും ഫീഹി. അവർ നിങ്ങളോട് ഒപ്പമല്ലാതെ. നോക്കിക്കേ, അവർ നിങ്ങളോടൊപ്പമാണുള്ളത്. ആരോടൊപ്പം? യുദ്ധത്തിൽ പങ്കെടുക്കാൻ അതിനുവേണ്ടി യാത്ര തിരിച്ചിട്ടുള്ള ആളുകൾക്കൊപ്പം അവരുമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പം സഹാബികൾ തിരിച്ചു ചോദിച്ചു, യാ റസൂലല്ലാഹ് വകൈഫ യകൂനൂന മഅനാ വഹും ബിൽ മദീന. അവർ എങ്ങനെയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക? അവർ മദീനയിലായിരിക്കെ എങ്ങനെയാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞത് ഹബസഹുമുൽ ഉസ്ർ. അവരെന്തുണ്ട്? അവർക്ക് ഉസ്റുണ്ട്. ഉസ്ർ നൽകപ്പെട്ടിട്ടുണ്ട്. അവർ ഉസ്റുള്ള കാരണത്തിലാണ് അവർക്ക് ഒരു ഇളവ് നൽകിയിട്ടുണ്ട്. എന്താണ് അവർക്കുള്ള കാരണം? എന്താണ്? അവർക്കുണ്ടായ ചില പ്രത്യേകമായ കാരണങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാനത്. എന്താണ്? വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നു ആളുകൾ. അവർക്ക് വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല, പട്ടിണിയും പരിവട്ടവുമായിരുന്നു അവർക്ക്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിയാനതാണ്. അതല്ലാതെ ഒരിക്കലും അവർക്ക് എന്തുണ്ടായിരുന്നില്ല? അതിൽ പങ്കെടുക്കാൻ വിമുഖത കാണിച്ചിരുന്ന ആളുകളല്ല. മറിച്ച് ഈ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള വേവലാതിയും പ്രയാസവും കൊണ്ട് അവർ കരയുകയായിരുന്നു യഥാർത്ഥത്തിൽ മദീനയിൽ. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവർ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ പോലെ, അല്ലെങ്കിൽ ഈ യാത്രയിൽ പങ്കെടുക്കുന്ന ആളുകളെ പോലെ അവർക്കും എന്തുണ്ട്? പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട്, കൂടുതൽ പ്രയാസപ്പെട്ടുകൊണ്ട് ഈ റമളാൻ മാസത്തിൽ എന്തെങ്കിലും അമലുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ചെയ്താൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. അതിൽ ഒരു സംശയവും വേണ്ടില്ല. ഇതാണ് സഹോദരന്മാരെ ഇഖ്ലാസ്. ആ സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ മദീനയിലിരുന്ന് കരയുകയായിരുന്നു. എന്താണ്? അതിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ദുഃഖം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു മാനസികാവസ്ഥയാണ് ഈ പരിശുദ്ധ റമളാൻ കൊണ്ട് നമുക്ക് നേടേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ ഇതാണ് ഇഹ്തിസാബ്, ഇതാണ് ഈമാൻ, ഇതാണ് ഇഖ്ലാസ്. ഈ ഈമാനും ഈ ഇഖ്ലാസും ഈ ഇഹ്തിസാബും യഥാർത്ഥത്തിൽ അത് കൈവരേണ്ടത് പരിശുദ്ധ റമളാനിലൂടെ നമുക്ക് അത്തരത്തിലുള്ള ഈ സഹാബികളുടെ ജീവിതത്തിലൂടെയാണ്. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല, കാരണം സമയം 1 മണിക്കൂർ ആയിട്ടുണ്ട്, നമ്മുടെ സമയം അധികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട്
നമ്മൾ ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ ഫളായിലുകൾ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ റമളാനെ സ്വീകരിക്കാനും അതുപോലെ തന്നെ ആ റമളാനിൽ അമൽ ചെയ്യാനും നമുക്ക് സാധിക്കണം. അതല്ലാതെ നഷ്ടക്കാര്യം നമ്മൾ പെട്ടുപോകാൻ പാടുള്ളതല്ല. ഈ റമളാനിൽ നോമ്പ് തോറ്റുകൊണ്ട് തോന്നിവാസങ്ങൾ ചെയ്യുന്ന, തോന്നിവാസങ്ങൾ കേൾക്കുന്ന, തോന്നിവാസങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പൂട്ടട്ടെ ലാപ്ടോപ്പുകൾ, പൂട്ടട്ടെ അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങൾ, ഈ സോഷ്യൽ മീഡിയകളൊക്കെ നമുക്ക് ഒഴിവാക്കാം. നമ്മുടെ നാവും നമ്മുടെ വിരൽത്തുമ്പുകളും അതുപോലെ തന്നെ നമ്മുടെ എല്ലാം അമൽ പ്രവൃത്തികളും ഒക്കെ നമുക്ക് കുറ്റമറ്റതാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധ റമളാനിന്റെ ആ ഒരു പവിത്രത അത് കളഞ്ഞു കുളിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംസാരമോ ഒരു നോട്ടമോ ഒരു ഇരുത്തമോ ഒരു നടത്തമോ ഒന്നും തന്നെ നമ്മളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി, ദൃഢബോധത്തോടു കൂടി, ആ നിയ്യത്തോടു കൂടി, ആ ഇഖ്ലാസോടു കൂടി നമ്മൾ മുന്നേറുക. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അല്ലെ, റമളാൻ വരുന്നതിന് മുമ്പ് ആ ദിവസങ്ങളിൽ നമ്മൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, ഈ റമളാനിൽ ഞങ്ങളെ എത്തിക്കണമേ, ഈ റമളാനിന്റെ സകലമായ ഹക്കും കൊടുത്തുകൊണ്ട് അതിനെ സ്വീകരിക്കാനും അതിൽ ജീവിക്കുവാനും അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മൾ ഏത് സമയത്തും ആ ഉപരിലോകത്തിലേക്ക് ഉയർത്തുക. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി നമ്മളെല്ലാവരെയും തുണക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ കേട്ടതും പറഞ്ഞതുമായ കാര്യങ്ങൾ അല്ലാഹുവിന്റെ മീസാനിൽ കനം തൂങ്ങുന്ന ഒരു അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. കേട്ടിട്ടുള്ള കാര്യങ്ങൾ, പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അല്ലാഹുവിന്റെ കിതാബിൽ നിന്നും തിരുദൂതരുടെ ഹദീയിൽ നിന്നുമാണ്. അതനുസരിച്ച് നമുക്ക് ജീവിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും നമുക്ക് അല്ലാഹു കൺകുളിമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളാകുന്ന മക്കളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്ക് കൺകുളിമ പ്രദാനം ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും, പല പണ്ഡിതന്മാരും പല നേതാക്കന്മാരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അവര് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ടിട്ടുള്ള ബർസഖിയായ ലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗ്ഗ പൂന്തോപ്പിൽപ്പെട്ട ഒരു പൂങ്കാവനമായി മാറ്റട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക മുസ്ലിമീങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവേ, വല്ലാത്ത സുഖത്തിലും വല്ലാത്ത അനുഗ്രഹങ്ങളിലുമാണ് നമ്മളുള്ളത്. പക്ഷേ നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, മുസ്ലിങ്ങൾ പല ഭാഗങ്ങളിലും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നോമ്പ് നോക്കാൻ പോലും ബുദ്ധിമുട്ടായിട്ടുള്ള തരത്തിലുള്ള ജീവിതം നയിക്കുന്ന ആളുകൾ ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുണ്ട്. അല്ലാഹുവേ, അവരെ നീ അനുഗ്രഹിക്കണമേ. അവർക്ക് നീ ഖൈറാത്തുകളും ബർക്കാത്തുകളും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി പെരുമാറാകണേ. അല്ലാഹുവേ, നല്ല രൂപത്തിൽ ഈ പരിശുദ്ധ റമളാനിൽ അമലുകൾ എടുത്തുകൊണ്ട് നിന്റെ മഗ്ഫിറത്ത് നേടാൻ, നിന്നെ കണ്ടുമുട്ടാൻ അല്ലാഹുവേ കഴിയുന്ന തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ അല്ലാഹുവിൻ നിന്റെ വാഗ്ദാനമാണ് അല്ലാഹുവേ, റമളാനിന്റെ രാവുകളിൽ നിന്റെ അടിയാറുകളുടെ പിടലുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്നുള്ളത് നിന്റെ വാഗ്ദാനമാണ് റഹ്മാനെ. ആ സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവണേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ദഅവ സംരംഭങ്ങളിൽ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഈ ദഅവ കൂട്ടായ്മയിൽ എല്ലാ തരത്തിലുള്ള ഖൈറാത്തുകളും ബർക്കാത്തുകളും നീ ചെയ്യണേ റഹ്മാനെ. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.